ഗൈസ് നമ്മൾ ഇന്ന് പോകുന്നത് ഹലോ, ഒരു പെട്ടെന്നുണ്ടായ ഒരു തട്ടിക്കൂട്ടിയ ട്രിപ്പാണിത്. സത്യത്തിൽ പിള്ളേർക്ക് പോലും അറിയില്ല എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന്. നല്ല കൊടും ചൂടൊക്കെ കഴിഞ്ഞ് ചെറിയൊരു മഴ കിട്ടിയ സമയം സമാധാനമായിട്ട് ഒരു ദിവസം എവിടെയെങ്കിലും ഒരു നല്ല തണുപ്പുള്ള സ്ഥലത്ത് സ്പെൻഡ് ചെയ്യണം, അത്രേ ഞങ്ങളുടെ മനസ്സിലുള്ളൂ. തണുപ്പ് കോടാന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ഞങ്ങൾ മൂന്നാറിലേക്കാണ് വെച്ച് പിടിക്കാറ്. പക്ഷേ ഇത്തവണ എന്തോ അത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ തൊട്ടടുത്തുള്ള നമ്മുടെ വാഗമൺ വരെ പോയിട്ട് വന്നാലോ എന്നായി. അങ്ങനെ വാഗമണ്ണിൽ തന്നെ ഒരു പ്രോപ്പർട്ടി അങ്ങ് തപ്പി കണ്ടുപിടിച്ചു. ഈ രോഗി ഇരിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്നൊക്കെ കിട്ടില്ലേ, അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. ഞങ്ങൾ കൂടുതലൊന്നും പ്രതീക്ഷിച്ചൊന്നുമില്ല. ഇതുപോലൊരു കോട, ഇങ്ങനെ തണുപ്പ്, ഇതൊക്കെയുള്ളൂ. പിന്നെ കഴിക്കാനായിട്ടുള്ള അൽക്കുലത്തെ സാധനങ്ങളെല്ലാം മേടിച്ച് സെറ്റാക്കി നേരെ ഞങ്ങൾ ഇനി പ്രോപ്പർട്ടിയിലേക്കാണ് പോകുന്നത്. ഈ പ്രോപ്പർട്ടി വരുന്നത് തങ്ങളുപാറയ്ക്ക് അടുത്താണ്. ഈ ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് റോഡ് കാണാമല്ലേ, പക്ഷെ ഞങ്ങൾക്ക് നേരിട്ട് ഒട്ടും തന്നെ റോഡ് കാണുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് നല്ല കിടിലൻ കോട കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു വഴി ഫുള്ള്. നല്ല കോട ആയതുകൊണ്ട് തന്നെ പ്രോപ്പർട്ടി കണ്ടുപിടിക്കാൻ ഒരു ഇത്തിരി പാടുപെട്ടു. അവരെ വിളിച്ച് ചോദിച്ചാൽ ഞങ്ങൾ എത്തിയത്. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി അങ്ങ് ദൂരെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഫുൾ ഇങ്ങനെ തേയിലത്തോട്ടങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ അവസാനം ഞങ്ങളുടെ വാഗമൺ എക്സോട്ടിക്കയിലേക്ക് കാലുകുത്തിയിരിക്കുകയാണ്. നല്ല ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചേട്ടൻ ഞങ്ങൾക്ക് കുടയൊക്കെ കൊണ്ടുവന്നു. ഞങ്ങൾ വേഗം ചാടി അകത്തോട്ട് കയറി. എൻ്റെ പൊന്നോ, നാട്ടിലെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ ചൂടിൽ ഉരുകി ചത്തിരുന്നിട്ട് നമ്മൾ നേരെ ചെല്ലുന്നത് ഇതുപോലൊരു അറ്റ്മോസ്ഫിയറിലേക്കാണ്. മനസ്സിനൊക്കെ ഉണ്ടാകുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുള്ളൂ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. കാര്യം, ഞാൻ വാഗമൺ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ഇതുപോലെ കോട ഞാൻ ആദ്യമായിട്ടോ വാഗമൺ വരുമ്പോൾ കാണുന്നത്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് റിസപ്ഷൻ ഏരിയ ഒന്നും കണ്ടില്ല. പിന്നെ ഇത് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നൊരു ഗസ്റ്റ് ഇപ്പം ഇറങ്ങിപ്പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രോപ്പർട്ടിയിൽ ഇന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. സംഭവം എന്തായാലും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും എന്താ പറയുക, പൊട്ടനെ ഒരു ലോട്ടറി അടിക്കാനൊക്കെ കിട്ടില്ലേ, ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ഞങ്ങൾ ആഗ്രഹിച്ച് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് സമാധാനമായിട്ട് ഒരു ബഹളവും ശല്യം ഒന്നുമില്ലാത്ത കാമായിട്ടൊരു ദിവസം ചുമ്മാ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യണമെന്ന് മാത്രമേ ആഗ്രഹിച്ച് വന്നത്. സംഭവം അതുപോലെ ഞങ്ങൾക്ക് കിട്ടിയെന്നുള്ളതാണ്. ഞാൻ എന്തായാലും ചുമ്മാ ഡയലോഗ് അടിച്ച് സമയം കളയുന്നില്ല. ഞാൻ റൂമും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ഹെവൻ സ്യൂട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതാകുമ്പോൾ ഒരു ഫ്ലോർ ഫുള്ള് നമുക്ക് വേണ്ടി മാത്രമായിരിക്കും, നല്ല പ്രൈവസി ആയിട്ടിരിക്കുക. ഈ മോളിൽ കാണുന്നൊക്കെ റിസോർട്ടുകളാണ് കേട്ടോ. ഇവിടെ വന്ന സംഭവം കണ്ടപ്പോഴാണ് മനസ്സിലായത്, ഇതിലൊക്കെ ഞങ്ങൾ വിളിച്ച് ചോദിച്ചിരുന്നു, അവിടെ ഒന്നും അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ അത്യാവശ്യം നല്ല റേറ്റും ആയിരുന്നു. പിന്നെ ഈ പ്രോപ്പർട്ടിയിൽ നമുക്കൊരു ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂളൊന്നും അവൈലബിൾ അല്ല. ഇങ്ങനെ സമാധാനമായിട്ട് കുറച്ചൊരു സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നവർക്കാണെങ്കിൽ നല്ല ബെസ്റ്റ് പ്രോപ്പർട്ടി ആയിരിക്കും. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ്. ഇവിടെ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഒരു മെയിൻ ഒരു ഹാള് പോലത്തെ സംഭവമാണ്. ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ഒരു സൈഡിൽ ബാത്റൂമും ഇപ്പുറത്തെ സൈഡിലാണ് നമുക്ക് റൂം വരുന്നത്. ഇത് നടുക്കടെ വിശാലമായിട്ട് നല്ല വലിയൊരു ബാൽക്കണി നമുക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് റൂം എങ്ങനെയാണെന്ന് കാണണ്ടേ, വാ. റൂം അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ്. ഒരു ഫാമിലിക്ക് നല്ല പക്കയാണ്. ഈ റൂമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ വിൻഡോസാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കൺജസ്റ്റഡ് ആയിരിക്കുന്ന ഒരു ഫീലേ ഇല്ല. നല്ല ഓപ്പൺ ആയിട്ടൊരു ഫീലാണ് നമുക്ക് കിട്ടുക. ഇത് നമ്മുടെ റൂമിൽ ഇരിക്കുമ്പോൾ കാണുന്ന ചെറിയ ഒരു ബാൽക്കണിയാണ്. ഈ ബാൽക്കണി ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ ഭയങ്കര ഒരു വ്യൂ ആണ്. താഴെ വലിയൊരു കൊക്കയാണ്. ഇപ്പം നല്ല കോടയായതുകൊണ്ട് അതൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. കോട മാറുമ്പോൾ ഞാനത് കറക്റ്റ് പിക്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വാഷ്റൂം. അത്യാവശ്യം വലിയ വൃത്തിയുള്ള ബാത്റൂം തന്നെയാണ്. ഇനിയാണ് ഞങ്ങളുടെ ഉച്ചഭക്ഷണം. അതായത് വഴിയിൽ നല്ല അടിപൊളി സ്ഥലമൊക്കെ കാണുമ്പോൾ അവിടെ നിർത്തി ഫുഡ് കഴിക്കാമെന്നൊക്കെ ഓർത്ത് വീട്ടിൽ നിന്ന് സെറ്റാക്കി കൊണ്ടുവന്നതാണ്. പക്ഷെ നല്ല മഴ കാരണം ഞങ്ങൾക്ക് എവിടെ നിർത്താനും പറ്റിയില്ല, കഴിക്കാനും പറ്റിയില്ല. അപ്പോൾ ഞങ്ങളുടെ റൂമിൽ വന്നിട്ടാണ് ഞങ്ങളുടെ ഉച്ചഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഫുഡിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം മഴയൊക്കെ ഒന്ന് തോർന്നു. അങ്ങനെ ആ കോടയൊക്കെ താഴെ മാറിക്കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് താഴത്തെ വ്യൂ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ സ്റ്റേയുടെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് എനിക്ക് ഫുഡാണ് തോന്നിയിട്ടുള്ളത്. ഫുഡ് ഓപ്ഷൻ വളരെ കുറവാണ്. പിന്നെ അത് മാത്രമല്ല, ഫുഡ് അത്ര വലിയ കാര്യം ടേസ്റ്റായിട്ടും എനിക്ക് തോന്നിയില്ല. ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അത് മാത്രം നോക്കി നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ വരാം. പിന്നെ ഈ പ്രോപ്പർട്ടി അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഞങ്ങൾക്ക് ഒരു 4000 റേഞ്ചിലാണ് ഞങ്ങൾക്ക് ഈ റൂം അവൈലബിൾ ആയത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു വീഡിയോയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു തോന്നി. ഞങ്ങൾക്ക് അപ്പം മുട്ടക്കറി മാത്രമേ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് ഓപ്ഷൻ വളരെ കുറവാണ്. രാവിലെ അടിപൊളിയായിട്ട് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഒരു 9:30 ആയപ്പോൾ എണീറ്റു, വന്ന് ഫുഡ് കഴിച്ചു. ഇനി ഒരു 11:30 ആകുമ്പോൾ ചെക്കൗട്ട് ചെയ്യണം. അങ്ങനെ ഞങ്ങളിത് റെഡിയായി ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, ടാറ്റാ.